ചൈതന്യമേ ജീവസംഗീതമേ കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം സ്വർഗസായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം പാടുന്നു നിൻ ദിവ്യഗീതം കാഴ്ചയായി വന്നിതാ ഏകിടാം ജീവിതം തിരുപാദ സന്നിധിയിൽ അരുണോദയങ്ങളിൽ കുളിരാർന്നു പെയ്തിടും പനിമഞ്ഞുപോൽ എൻ ജീവനിൽ അലിയുന്നു നീ ഒന്നായി ജീവിതം സൗഭാഗ്യമാകുവാൻ ഇരുഹൃദയമൊരു മനമായി മനസ്സിൻ്റെ വാതിലിൽ നിറമേഴുമേകിടും മഴവില്ലുപോൽ വെൺശോഭയായി തെളിയുന്നു നീ ഇടയനാമേശുവേ കനിവിൻ്റെ നാഥനേ പ്രിയനാഥനേശുവേ കരുണാർദ്ര സ്നേഹമേ തിരുഹൃദയമിനി അഭയം സ്നേഹ ചൈതന്യമേ ജീവസംഗീതമേ കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം സ്വർഗസായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം പാടുന്നു നിൻ ദിവ്യഗീതം കാഴ്ചയായി വന്നിതാ ഏകിടാം ജീവിതം
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ഈശോയെ, ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഈ കൊച്ചുമക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആത്മീയവും ശാരീരികവുമായ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ അവിടുന്ന് ഈ കൊച്ചുമക്കൾക്ക് നൽകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് തിരിച്ചു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. നെഞ്ചിലെ കറകൾ കഴുകിടാം എന്നും വരം മെല്ലെ മായ്ച്ചിടാം. നെഞ്ചിലെ കറകൾ കഴുകിടാം എന്നും വരം മെല്ലെ മായ്ച്ചിടാം. കണ്ണീരിൽ വിരിയും മഴവില്ലായി തിരുവോസ്തിയായി പുൽകണ
സ്വർഗത്തിന് അവകാശികളായി. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നു. മാമോദീസായിൽ നിങ്ങളുടെ കലതൊട്ടപ്പനും കലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുകയാണ്. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈശോയൊന്നും നിങ്ങളിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുവാനും സൂക്ഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഫലം ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അതിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങിവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ജാക്സൺ അച്ഛനെ വെൽക്കം ചെയ്യുകയാണ്. അച്ഛൻ ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അച്ഛൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം തിരുനാൾ കുർബാനയ്ക്ക് വന്നിരുന്നു. വീണ്ടും അച്ഛൻ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാനായിട്ട് വേദിയിൽ നിന്ന് അച്ഛൻ വന്നു. അച്ഛനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ബ്രദേഴ്സ് റോമിൽ നിന്ന് വന്നിട്ടുണ്ട്. കാറ്റഗിസം കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും ഇവരെ കാണുന്നത്. 3 വർഷത്തിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ അതവർക്കൊരു നല്ലൊരു ആകാംക്ഷ നിർഭരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നമുക്ക് ഒന്നായിട്ട് ഇരിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ അഹോരാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരെ അവിടെയും നമുക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. Vorrei accogliere anche Don Tommaso e catechisti che sono presenti qui. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിനടങ്ങിയിരിക്കുന്ന ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുക. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുവാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. സർവ്വ
നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോർഡ് ബ്ലെസ്. Abraham blessed man Melchizedek. After his return from the defeat of Chedorlaomer and the kings who were with him, the king of Sodom went up to meet him at the valley of Shaveh, that is the king's valley. And King Melchizedek of Salem brought out bread and wine. He was priest of God Most High. He blessed him and said, Blessed be Abraham by God Most High, maker of heaven and earth, and blessed be God Most High, who has delivered your enemies into your hand. നമ്മുടെ കർത്താവായ യേശുവേ, അമ്പരമനവരതം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. പുതിയ ഉടമ്പടി കർത്താവിന് എനിക്ക് ലഭിച്ചത് ഞാൻ ഇങ്ങനെ പരിഗണിച്ചതായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കുന്ന രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്തു. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യേകമരണം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ തന്റെ ശിക്ഷാവിധിയായി ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതും ചിലർ മരിച്ചുപോയവരും കാരണമാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവായ ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 വാക്യങ്ങൾ 47 മുതൽ 59 വരെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം സ്വീകരിക്കുകയും
അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് സുഖമാണോ? സന്തോഷമൊന്നും കാണുന്നില്ലോ മുഖത്ത്. വിഷമമാണോ? അതെ, സന്തോഷമാണോ? സന്തോഷമാണോ? എന്നാലൊന്ന് ചിരിച്ച്. ഓക്കെ. ആദ്യമേ തന്നെ മാതാപിതാക്കളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഏകദേശം ഒരു 7-8 മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ ഇന്ന് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങി അവർ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ആയിരിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ് ആദ്യ കുർബാന സ്വീകരണം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിലേക്ക് കയറിയപ്പോൾ പല പ്രത്യേകതകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ പള്ളി കണ്ടിട്ട് ഒരു വലിയ കോംപ്ലക്സ് പോലെ ഇരിക്കുന്നു, എന്തോ ഒരു വ്യത്യസ്തതയുണ്ട് മറ്റു പള്ളികളെ അപേക്ഷിച്ച്. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങോട്ട് പോന്നു. അതിനുശേഷം വികാരിച്ചനെ കണ്ടു കഴിഞ്ഞപ്പോൾ വികാരിച്ചനോട് പറഞ്ഞു, ഈ പള്ളിയുടെ പേരെന്താണെന്ന് അച്ഛൻ അറിയുമെന്ന് ചോദിച്ചു. പള്ളിയുടെ പേരെന്താ? ലക്കിയസയുടെ പേരെന്താ? സാന്ത ആഞ്ചലോ. സാന്ത ആഞ്ചലോ എന്ന് പറയുന്നത് റെസറക്ഷന്റെ മാലാഖയുടെ പേരിലുള്ള പള്ളിയാണ്. അതായത് ഈശോയെ കാണാനായിട്ട് ടൂമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ കണ്ടത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവിടെ അവർക്ക് കാണാൻ പറ്റിയില്ല. മറിച്ച് മാലാഖ പറയുന്നുണ്ട് കർത്താവ് സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാതെ സ്റ്റോപ്പായിട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് താഴേക്ക് വന്ന് ഞങ്ങൾ ബേമായിട്ടുന്ന സമയത്ത് കുറച്ച് പൊക്കി വെച്ചു കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായത്. ഇവിടെ വരുന്ന എല്ലാവരും ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ആ സ്നേഹ ചൈതന്യം ഹൃദയത്തിൽ പേറിക്കൊണ്ട് പുറത്തേക്ക് പോകണമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. ഇന്ന് അവിടെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന കാസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതും ഈ ആഞ്ചലോയുടെ ഒരു രൂപം അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇടവകയിൽ നിങ്ങൾ ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് ലോകത്തിൽ നമ്മൾ മാറാനായിട്ടുള്ളവരാണ്. All'inizio della celebrazione abbiamo fatto questa cerimonia di accendere la candela qui, vedi? Nelle violette കത്തിച്ചേക്കണോ ഈ bambini? കണ്ടോ? È un significato della cultura indiana, dove quando è venuto la fede abbiamo inculturato la nostra cultura mettendo la croce sopra. Dunque Gesù sempre annunciare anche sopra di tutte le culture, deve sempre purificare anche la nostra vita. Oggi quando Gesù viene nelle vostre vite, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ഇങ്ങനൊരു പ്യൂരിഫിക്കേഷൻ നടക്കണം. ഇതിനു മുമ്പ് ഈശോയെ സ്വീകരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ദേവാലയം വിട്ട് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ കാറ്റഗിസം വിഭാഗത്തിന്റെ മധ്യസ്ഥൻ ആരെന്നറിയാമോ? കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ സാൻ കാർലോ അക്യൂത്തിസാണ്. കാറ്റഗിസം തുടങ്ങുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തെ ആ ഒരു വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരോട് അന്ന് പറഞ്ഞിരുന്നു, മിലാനിൽ ജീവിച്ച ഒരു വിശുദ്ധനെ നമുക്ക് കാണാൻ സാധിക്കും.
ആ മിലാനിൽ ജീവിച്ച വിശുദ്ധൻ്റെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. ലുക്കറിസ്ത്യ ലെ ഔത്തോസ്ത്രാദ പെറിൽച്ചേലോ, സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് വിശുദ്ധ കുർബാന. ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് മിലാനിൽ ജീവിക്കുമ്പോൾ മിലാനിലെ ഇടവകയിൽ അജപാലന ശുശ്രൂഷ നടത്തുന്ന അവസരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുക. ഒരുപക്ഷെ പണ്ടൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് വിശ്വാസം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ നേരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇടവകകളിൽ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വരുന്ന ഇടവകയിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവുമായിട്ട് ഉള്ള ഒരുക്കം നടക്കുകയായിരുന്നു. അപ്പോൾ 2-3 പാരൻസായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ സാധാരണ ഇറ്റലിക്കാരെ പോലെ സാധാരണ അധികം പള്ളിയിൽ നിന്നും വരാത്തവരായിരുന്നു. പക്ഷെ എപ്പോഴാണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി തുടങ്ങിയത്, അപ്പം മുതൽ അവർ അപ്പനോടും അമ്മോടും പറഞ്ഞു, ഞങ്ങൾക്കിനി എല്ലാ ഞായറാഴ്ചയും പള്ളി പോകണം. ജോലി മാത്രമായിട്ട് പോയ കാര്യമില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന അനുഭവം ഈശോയെ കണ്ടുമുട്ടുന്നത് അൾത്താരയിലാണെന്ന് ആ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അവിടെ അവർ പറയുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. കാർലോ അക്യൂത്തിസ് പറഞ്ഞത് തന്നെയാണ്. അതായത് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് വിശുദ്ധ കുർബാന. കാർലോയുടെ ജീവിതത്തിൽ നമുക്കറിയാം, അവൻ്റെ അമ്മ ഇന്റർവ്യൂസ് നടത്തുന്ന അവസരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഒരു വളരെ എന്നും പള്ളിയിൽ പോകുന്ന ഒരു കുടുംബമോ വിശ്വാസത്തിൻ്റെ തലങ്ങൾ പരിശീലനം കൊടുക്കുന്ന ഒരു കുടുംബമോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ എപ്പോഴാണോ ഈ കാർലോയിലേക്ക് വന്നത്, അപ്പം മുതൽ അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നമുക്കിനി എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. പലപ്പോഴും അവധിക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും കുർബാനയുള്ള സ്ഥലങ്ങൾ നോക്കി നടക്കും രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. മാതാപിതാക്കൾക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ആ മാതാപിതാക്കൾ പിന്നെ ഈ കാർലോയെ കൊണ്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളൊക്കെ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ കുട്ടികളിലൂടെ ആയിരിക്കും. ഇന്നിവിടെ നമുക്കറിയാം, മിലാനിലെ പല ഇടവുകളിലും ശുശ്രൂഷ ചെയ്യുന്നത് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലുള്ള അച്ഛന്മാരാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ മിലാൻ രൂപതയ്ക്ക് പോലും ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഓരോ ഇടവുകളും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് വരുന്ന വൈദികരെയും സന്യസ്തരെയും ഇവിടുത്തെ ഇടവക ജനത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവരൊരുക്കുമ്പോൾ വലിയൊരു സന്ദേശം അവർ നൽകുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവായിട്ടുള്ള ഈശോ മിശിഹായാണെങ്കിൽ ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന ഈ കത്തോലിക്ക സഭ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകാം. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഇതൊരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിട്ട് മാറണം. ഇന്നലെ സിസ്റ്റർ ദീപ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, സിസ്റ്ററെ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഡെക്കറേഷനൊക്കെ, ഒത്തിരി പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ ആരോടും പറയരുത്. പക്ഷെ ഞാൻ ഇപ്പോൾ ആരോടും പറയണില്ല, പബ്ലിക്കായിട്ട് പറയണുള്ളൂ. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ താഴ്ത്താരയുടെ താഴെ വെച്ചാണ് പൂ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, പൂ കണ്ടു. അത് എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തതാണ്. ഞാൻ ചോദിച്ചു, അത്രയ്ക്ക് ബന്ധമുണ്ടോ? അപ്പോൾ സിസ്റ്റർ പറയായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും എൻ്റെ അമ്മ പോലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് ആ ഗിഫ്റ്റ് ഓഫർ ചെയ്തുവെന്ന്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, നമ്മളൊരു പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെയും പിന്നിലുള്ള വലിയ ദൈവികമായിട്ടുള്ളൊരു ചിന്തയും സ്നേഹവും ഒക്കെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിക്കുക, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള തലത്തിലേക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ സമീപനങ്ങൾ മാറുന്നുണ്ട്. അത് നമ്മൾ തിരുത്താനായിട്ട് തയ്യാറാകുമ്പോൾ, സ്നേഹത്തിൻ്റെ ബലിവേദി മാറുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ പരാതികളുണ്ടാവാം, പരിഭവങ്ങളുണ്ടാകാം. പക്ഷെ അവിടെ ഇതെല്ലാം ഇറക്കി വെക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മളിവിടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന എന്നുള്ളത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവും പരികർമ്മം ചെയ്യപ്പെടുന്ന ഒരു വേദിയായിട്ട് മാറും. അതുകൊണ്ട് വിശുദ്ധ കുർബാന
ഒരിക്കലും ഒരു അനുഷ്ഠാനമല്ല. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ കൊച്ചുത്രേസ്യ പറയുന്നത് പോലെ ഇതൊരിക്കലും ഒരു റൈറ്റ് അല്ല, മറിച്ച് ഈശോയെ അനുഭവിക്കുന്ന, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ജീസസ്. ഡ്യൂറിംഗ് ദ മൊമെന്റ് ഓഫ് ദ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ വി എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ഹാർട്ട്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള സാക്ഷികളായിട്ട് നമ്മൾ മാറാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുന്നതോടൊപ്പം തന്നെ 3 കുട്ടികൾ സ്ഥൈര്യലേപനോടി സ്വീകരിക്കുന്നുണ്ട്. ഈ സ്ഥൈര്യലേപന കൂദാശ അല്ലെങ്കിൽ തൈലാഭിഷേക കൂദാശ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാ തലങ്ങളിലും അറിയിക്കുവാനായിട്ടുള്ള ദൗത്യം നമുക്കുണ്ടെന്ന് ആ കാര്യം നമുക്ക് മറക്കാതിരിക്കാം. എല്ലാവരോടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹായിക്കട്ടെ. നമ്മൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഈ മാലാഖമാര് ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രഘോഷിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലെല്ലാം പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തിരുക്കർമ്മങ്ങൾ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഇവരെ ഇന്ന ദിവസം ഒത്തിരിയേറെ ഒരുക്കി അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ സാക്രിഫൈസസ് ചെയ്ത മാതാപിതാക്കളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും നാട്ടിലുള്ളവരെയും ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒത്തിരിയേറെ പേരുണ്ട് ഇവിടെ. അവരുടെ സ്നേഹം കൊണ്ടും കുടുംബങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് അവർ വന്നിരിക്കുക. തീർച്ചയായിട്ടും ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കുടുംബമാണ്, അല്ലെങ്കിൽ ഒരു സഭയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം കൂടുതൽ ആളിക്കത്തിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ തോമാശ്ലീഹായുടെയും അതോടൊപ്പം തന്നെ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമ്മൾ യാചിച്ചുകൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹമുള്ളവരെ, തൈലാഭിഷേക കൂദാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3 കുട്ടികളാണ് ഇന്ന ദിവസം പരിശുദ്ധാത്മാവിന് വലിയ കൃപാവരത്താൽ നിറയപ്പെടുന്ന തൈലാഭിഷേക കൂദാശ സ്വീകരിക്കുന്നത്. ആ 3 കുട്ടികളും അവരുടെ തലവട്ടമ്മ അവരും മധ്യഭാഗത്തേക്ക് വന്നിരിക്കുന്നു. മാമോദിസയുടെ ദൈവമക്കളായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഈ ദാസർക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സഹിയോൻശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശിഷ്യരിലെന്ന പോലെ ഈ ദാസർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ നിമിഷം പ്രായപൂർത്തിയായ കുട്ടികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളവരുടെ ആഗ്രഹം അവർ തന്നെയാണ് ഏറ്റുപറയുന്നത്. ഐറിന് വേണ്ടി അവരുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഈ നിമിഷം ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉച്ചസ്വരത്തിൽ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം അനുഗ്രഹിക്കട്ടെ.
ഭൂമി നിർഗളിക്കും പ്രകാശമേ പ്രിയ സഹോദരനെ, പരിശുദ്ധാത്മാനുകൃപാപൂർണതയാൽ കാർമികൻ ഈ ദാസരെ മുദ്രരാക്കുവാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലേഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം ഈ ദാസർക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനിലേക്കുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആബാപിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ദാസർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്ത ദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർ ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ഇസബെല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രിതയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കുമാറാകട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവളെ യോഗ്യയാക്കുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെ നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ഇസബെല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെട്ടിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരപൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കുമാറാകട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഇവനിടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
മാമോദീസ സ്വീകരിച്ച മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ വസ്ത്രവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവളെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്ക് ഇടയാകുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. സഭയുടെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഒരുമയോടെ ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സാദൃശ്യമുള്ള സാദരം യുഗമെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ
പോലെ മൂന്നാം ദിവസം ഉയർത്തി നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സകലാത്മാവും ജീവാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സർവത്രികവുമായ ബലിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തെയും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഡോക്ടർമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രോപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ വലിയൊരു ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. സഹവാസമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്തുതിഗീതം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ അവകീർത്തനം ബലവാനായ ദൈവമേ. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൊടുപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി പരാജിതരാക്കി
ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശ്രദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഡെൽപിനി മെത്രാപ്പൊലീത്തായ്ക്കും സ്റ്റീഫൻ മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ ഭീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും, ഞങ്ങളിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാതൊരുവരും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ഈ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ,
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപങ്ങളുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എളിമയോടെ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതിരിക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ മകന്റെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഇവരെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂട്ടവകാശികളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസ്യദാസർ സത്യത്തിലും ആത്മാവിനാലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർയൗസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും ഞങ്ങളുടെ സഭയിലെ സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾ ഈ മക്കളെ സഹായിക്കുമാറാകട്ടെ. അവരുടെ ജീവിത മാതൃക ഈ മക്കൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. ദൈവം കരുണയോടെ നിന്നും
ചടയാളം വഴിയാൽ നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇന്നേ ദിവസം തങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശനമായിട്ട് ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപകാരസ്മരണ പ്രാർത്ഥന ഈ നിമിഷം നമ്മുടെ കുട്ടികൾ ചൊല്ലുകയാണ്. നല്ല ഈശോയെ, അങ്ങ് തിരുമുറിവുകളിൽ ഇടയിൽ അങ്ങിൽ നിന്ന് തിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ പണിനേരത്തിൽ അങ്ങേ പരിശുദ്ധന്മാരോട് കൂടെ നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തിയും എളിമയുമുള്ള ഈശോയെ, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് ഈ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവർക്ക് ഉത്തരീയവും വെന്തിങ്ങയും അതുപോലെ ജപമാലയും ഈ നിമിഷം നൽകുകയാണ്. അവരെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ നിമിഷം ബഹുമാനപ്പെട്ട ജാക്സൺ അച്ഛൻ പ്രാർത്ഥിക്കും. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണസമയത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഇന്നേ ദിവസം തങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ആഞ്ചല ഈ നിമിഷം രണ്ട് വാക്ക് സംസാരിക്കും. വളരെ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരെ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈശോയെ സ്വീകരിക്കുന്ന ഈ ദിനത്തിന് വേണ്ടി ഏറെ ആഗ്രഹിച്ച് ഞങ്ങൾ ഒരുങ്ങുകയായിരുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഹൃദയം ഇന്ന് ഏറെ സന്തോഷത്താൽ നിറയുകയാണ്. കാരണം ഇന്നു മുതൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയുകയാണല്ലോ.
അനാദിയിലെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് രൂപം നൽകി സ്നേഹിച്ച് നല്ല മാതാപിതാക്കളുടെ ജന്മം നൽകി നാളിതുവരെ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി പരിപാലിച്ച് വളർത്തിയ എല്ലാ അനുഭവങ്ങളും ഒത്തിരി നന്ദിയോടെ ഈ ദിനം ഞങ്ങൾ ഓർക്കുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ഇന്ന് നിൽക്കുമ്പോൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയ വളർത്തി മാതാപിതാക്കളാണ്. പൊന്നുതമ്പുരാനെ, ജന്മം നൽകിയ ആ നിമിഷം മുതൽ ഞങ്ങളുടെ കളികളും ചിരികളും വളർച്ചകളും കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് മതിവരുവോളം സ്നേഹം തന്ന് ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ച് ഞങ്ങളാക്കി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നന്ദി നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ കഴുത്തിൽ കീഴിൽ അനുഗ്രഹീതനായി സമർപ്പിക്കുന്നു. നാഥ, അവരെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വഴികാട്ടിയ ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ തന്നുകൊണ്ട് അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളോടൊപ്പം കൂടെ നിന്ന് സ്നേഹം ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് പുതുശ്ശേരി, ഫാദർ ലിൻഡോ, ബ്രദർ ജോയൽ, ബ്രദർ ജോസ്, സിസ്റ്റർ ദീപ, സിസ്റ്റർ ജോസ്ലിൻ എന്നിവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അതിലുപരി വളരെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുർബാന സ്വീകരണത്തിനും മാമോദിസയ്ക്കും സ്വരലേഖനത്തിനും നേതൃത്വം വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച ജാക്സൺ അച്ഛനെയും ഞങ്ങൾ ഏറെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും പാസ്റ്റർ കമ്മിറ്റി അംഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നേ ദിനം ഏറെ അനുഗ്രഹീതവും മനോഹരവുമാക്കാൻ സഹായിച്ച ഗാനസംഘത്തെയും മറ്റെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നു മുതൽ ഞങ്ങൾ അങ്ങയുടേതും അങ്ങ് ഞങ്ങളുടേതുമാകട്ടെ. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. വീണ്ടും മിലാനിൽ നിങ്ങളുടെ നല്ലൊരു സ്നേഹ കൂട്ടായ്മയിൽ വരാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പലർക്കും എന്നെ പരിചയമുണ്ടാവില്ല. എൻ്റെ പേര് ജാക്സൺ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് നാട്ടിൽ. ഞാൻ ഓസ്ട്രേലിയയിൽ വിയന്നയിൽ ഒരു പള്ളിയിൽ കൊച്ചച്ഛനാണ്. ഇപ്പോൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ 5 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട പാലാട്ടിയച്ഛൻ ഇവിടെ പള്ളിയിൽ ചാർജായിരിക്കുന്ന സമയത്തൂടെ തിരുനാളിനെ കുർബാന എല്ലാനായിട്ട് വന്നതാണ്. അന്നത്തെ പരിചയം ഇന്നും ഓർക്കുന്നു നിങ്ങളിൽ പലരും. അതുകൊണ്ടാണ് നിങ്ങളെന്നെ വീണ്ടും വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം ഈ 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെന്നെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓടി വന്നത്. അവിടെയും പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണമൊക്കെ ഒത്തിരി തിരക്കുകളാണ്. അപ്പോൾ അതിന് നമ്മുടെ 2 സ്നേഹിതരുടെ അച്ഛന്മാർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. 2 പേർക്കും. ജസ്മിൻ അച്ഛൻ എൻ്റെ ബാച്ചുകാരൻ കൂടിയാണ്. ഞങ്ങൾ ബാച്ച്മേറ്റ്സാണ്. എന്നെക്കാട്ടി പ്രായം കുറഞ്ഞാണ്. എന്നാലും എൻ്റെ കയ്യിലിരിക്കൊണ്ട് ഞാൻ അവരുടെ ബാച്ചായതാണ്. അങ്ങനെ പിന്നെ ഇന്ന് ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും ഗോഡ്സ് ചോയ്സസ് ബ്ലെസ്സിങ്സ്. മാതാവിന് ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നും ഈ ഒരു സന്തോഷം ലൈഫിൽ ജിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, പഠിച്ച കുറേ പ്രാർത്ഥനകളൊക്കെ മറന്നുപോയാലും ഈ പുഞ്ചിരി ലൈഫിൽ നിന്ന് മറന്നുകൊണ്ടിരിക്കുക. എന്നും ഈശോയുടെ കൂടെ ആയിരിക്കുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അബൌട്ട് ഓൾ ദ പ്രേയേഴ്സ് ബി വിത്ത് ജീസസ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഇന്ന് മാമോദീസ സ്വീകരിച്ച കുഞ്ഞുണ്ട്. മറക്കരുത് കേട്ടോ. അച്ഛന് കുർബാന എന്നത് ഞാനാണ്, മാമോദീസ എന്നത് അച്ഛനാണ് ആദ്യം. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്നത്തെ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ആത്മീയ വിരുന്നിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ കാർമ്മികനായിരുന്ന ബഹുമാനപ്പെട്ട ജാക്സൺ അച്ഛൻ സൂചിപ്പിച്ചു. അച്ഛൻ വിയന്നയിൽ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു, കൊച്ചച്ഛനായിട്ട്. അതുപോലെ പഠിക്കുന്നു. ഒത്തിരി തിരക്കുകളുണ്ടെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും ഈ കുട്ടികളോടും ഈ കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അച്ഛൻ വിയന്നയിൽ നിന്ന്. ഇന്നലെ വൈകുന്നേരം അച്ഛൻ ഇവിടെ എത്തി. നമ്മുടെ ഇന്നലത്തെ ഒരുക്കങ്ങളിൽ അച്ഛൻ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നേ ദിവസം ഏറ്റവും അനുഗ്രഹീതമായ ഒരു പരിശുദ്ധ കുർബാന നമുക്ക് അർപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഈശോയെ നൽകിയ ബഹുമാനപ്പെട്ട ജാക്സൺ അച്ഛന്
ഈ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കാം. ബഹുമാനപ്പെട്ട ജസ്വിൻ അച്ഛൻ നമ്മുടെ സ്വന്തമാണ്. അച്ഛൻ്റെ ആ വലിയൊരു ഇനീഷ്യേറ്റീവിലാണ് ഇന്നത്തെ ഈ ഒരു തിരുക്കർമ്മങ്ങൾ ഇവിടെ നടക്കാനായിട്ടിടയായത്. പ്രത്യേകിച്ചും നമുക്കറിയാം പല സാഹചര്യങ്ങളിൽ പല പോസിബിലിറ്റീസ് നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങോട്ടൊന്നും പോകാതെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാനസ്ഥകൾ നടത്താനായിട്ട് അച്ഛൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ് ഇതിന് മുഖ്യ നിമിത്തമായത്. അച്ഛൻ നമുക്ക് നൽകുന്ന വലിയ ആത്മീയ നേതൃത്വത്തിനും അതുപോലെ ഇന്നത്തെ ഈ ശുശ്രൂഷകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അച്ഛൻ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് നൽകിയതിന് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ജസ്വിൻ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. Vorrei ringraziare Don Tommaso perché a sua cura, preoccupazione. Siamo molto contenti per questa celebrazione, per averci questa parrocchia, per nostra celebrazione. Una volta ti ringraziamo per tutti. Grazie mille. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ദീപ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്തതാണ്. അവർ നൽകുന്ന ആ വലിയ നിശബ്ദമായ ആ ഒരു സേവനമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. അതെന്നും വില കുറച്ച് കാണാതെ ഇന്നും മനസ്സിൽ ചങ്കിൽ സൂക്ഷിക്കാനായിട്ട് സ്നേഹത്തോടു കൂടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ദീപസിസ്റ്റനും അതുപോലെ നമ്മുടെ കുട്ടികളെ ഈ ഒരു വർഷമായിട്ട് ഈ ആദ്യ കുർബാനസ്ഥകളിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ജോസ്ന സിസ്റ്ററാണ്. സിസ്റ്ററിനും എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ നിമിഷം നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് ബ്രദേഴ്സ് ജോസ് ബ്രദറും ജോയൽ ബ്രദറും രണ്ടുപേരും റോമിൽ നിന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അതികളുപരി കുഞ്ഞു മക്കൾക്ക് ഇവർ ഒരു വർഷമായിട്ട് പരിശീലനം നൽകുകയാണ്. ആ മക്കളുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ ഇന്ന ദിവസം നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അവർക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടെ അവരോട് വന്നതിന് നമ്മുടെ കൂടെ ആയിരുന്നതിന് പ്രാർത്ഥിച്ചതിനൊക്കെ ഒത്തിരി സ്നേഹത്തോടു കൂടെ അവർക്കും ഈ നിമിഷം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ കുഞ്ഞുമക്കളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഈ ദിവസം ഈ ഒരു തിരുക്കർമ്മം ഇവിടെ നടക്കാനിടയായത്. അവർക്ക് വേണമെങ്കിൽ നാട്ടിൽ പോയി കുർബാനസ്യം നടത്താമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് അവരായിരിക്കുന്ന ഇറ്റാലിയൻ ഇടവകളിൽ അവർക്ക് വേണമെങ്കിൽ അതൊക്കെ നടത്താമായിരുന്നു. പക്ഷേ അതിനൊന്നും പോകാതെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ചൈതന്യം അവർ നെഞ്ചിൽ നിന്ന് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന ദിവസം ഇത് യാഥാർത്ഥ്യമായത്. അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് പാരൻസിനും അതുപോലെ കുഞ്ഞുമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ നന്ദി അർപ്പിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇറ്റാലിയൻ മിലാൻ കമ്മ്യൂണിറ്റിയുടെ പാസ്റ്ററൽ കമ്മിറ്റിയാണ്. പാസ്റ്ററൽ കമ്മിറ്റി എല്ലാവർക്കും അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സിബിച്ചേട്ടനും ഒത്തിരി സ്നേഹത്തോടു കൂടെ നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം അവർ നമുക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ വന്നതാണ്. അവർക്കും സ്നേഹത്തോടു കൂടെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മിലാനിൽ നിന്നുള്ളവരുണ്ട്, ജർമ്മനി, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, UK, നാട്ടിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ ദുബായ്, GCCയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യാനായിട്ട്. ഈശോയേ